Good morning all. Today we are discuss about contents of prospectus. പ്രോസ്പെക്ടസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്. സെക്ഷൻ 26 ഈ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കുറച്ച് കണ്ടൻസ് അതിൽ ഉണ്ടായിരിക്കും. അത് രണ്ടായിട്ടാണ് ഈ ഒരു കണ്ടൻസിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ നെയിംലി. അതായത് കുറച്ച് ഇൻഫർമേഷൻ നെയിമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിപ്പോർട്ട്സ് ആയിട്ടും ആണ് പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നെയിം ആൻഡ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ നെയിമും അതുപോലെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പേര്. മെയിൻ ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനിയുടെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്ട്സ് എന്താണെന്ന് വെച്ചാൽ ആ ഒബ്ജക്ട്സും ഈ ഒരു പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഫുൾ പെർട്ടിക്കുലേഴ്സ് അബൌട്ട് സിഗ്നേറ്ററീസ് ടു ദി മെമ്മറാൻഡം നമ്പർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർസിനെ കുറിച്ചിട്ടോ അതുപോലെ മെമ്മറാൻഡത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയും നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് അവരുടെ പേരും അതുപോലെ അഡ്രസ്സും കാണിക്കണം. പിന്നെ ഡയറക്ടർ ഷെയർ ക്വാളിഫിക്കേഷൻ ആൻഡ് റെമ്യൂണറേഷൻ. ഡയറക്ടേഴ്സിൻ്റെ ഷെയർ ക്വാളിഫിക്കേഷൻ അവർക്ക് എത്രത്തോളം റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട് ആ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസ് കാണിക്കണം. അതുപോലെ പെർട്ടിക്കുലേഴ്സ് ഓഫ് മാനേജീരിയൽ പേഴ്സണൽസിൻ്റെ മാനേജീരിയൽ ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അതുപോലെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡീറ്റെയിൽസ്, ലിസ്റ്റിംഗ് ഓഫ് ഷെയർസിൻ്റെ ഇൻഫർമേഷൻസ്, മിനിമം സബ്സ്ക്രിപ്ഷൻ, ഡീറ്റെയിൽസ് ഓഫ് ബോറോയിങ് പവേഴ്സ്, ഡീറ്റെയിൽസ് റിഗാർഡിംഗ് പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ ടൈം ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുക, അതുപോലെ ക്ലോസിങ് ടൈം ഏതാണെന്ന് വെച്ചാൽ ആ ടൈം. പിന്നെ എമൗണ്ട് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റിന് എത്ര എമൗണ്ട് കൊടുക്കണം അതൊക്കെ ഈ പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് റിഗാർഡിംഗ് ഈച്ച് ക്ലാസ് ഓഫ് ഷെയർസ്. അതായത് ഓരോ ഷെയർസും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ റൈറ്റ്സും പ്രിവിലേജസും ലാഭമൊക്കെ ഉണ്ടെന്ന് കാണിക്കണം. അതുപോലെ എസ്റ്റിമേറ്റ് പ്രിലിമിനറി എക്സ്പെൻസ്, എത്രയാണ് ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് കാണിക്കണം. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് അണ്ടർറൈറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഡീറ്റെയിൽസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓഡിറ്റർ, ബ്രോക്കർ, ബാങ്കർ. കമ്പനിയായി ബന്ധപ്പെട്ട ഓഡിറ്ററും ബ്രോക്കറിൻ്റെയും ബാങ്കറിൻ്റെയും പേരും അഡ്രസ്സും ഉണ്ടായിരിക്കണം. പിന്നെ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് വോട്ടി റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നതാണ് റിപ്പോർട്ട്സ് ആയിട്ടാണ് പ്രോസ്പെക്ടസിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ റിപ്പോർട്ട്സാണ് പ്രോസ്പെക്ടസിൽ കാണേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട്സ് ബൈ ഓഡിറ്റേഴ്സ് കൊടുക്കുന്ന റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും, അത് പ്രോസ്പെക്ടസിൽ കാണിക്കണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചിട്ട്, കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ കാണിക്കുന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കണം. പിന്നെ റിപ്പോർട്ട് റിലേറ്റിംഗ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു റിപ്പോർട്ട് അതെന്തിനാന്ന് വെച്ചാൽ ഓരോ 5 ഫിനാൻഷ്യൽ ഇയേഴ്സിലും മുന്നത്തെ 5 ഫിനാൻഷ്യൽ ഇയേഴ്സിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്, അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട് കാണിക്കണം. പിന്നെ റിപ്പോർട്ട്സ് മെയ്ഡ് ബൈ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ ഇൻ ദി ഓഡിറ്റേഴ്സ് പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കണം. അതും പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചിട്ടായിരിക്കണം. കമ്പനിയുടെ ഓരോ 5 ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ മുന്നുള്ള റിപ്പോർട്ട്സും ഇതിൽ കാണിക്കണം. പിന്നെ റിപ്പോർട്ട്സ് അബൌട്ട് ദി ബിസിനസ് ഓർ ട്രാൻസാക്ഷൻ, അതായത് ഓരോ കമ്പനിയിൽ നടത്തുന്ന ബിസിനസ്സുകളുടെ ട്രാൻസാക്ഷൻസിൻ്റെ ഒക്കെ റിപ്പോർട്ട്സ് കാണിക്കണം. പിന്നെ മേക്ക് എ ഡിക്ലറേഷൻ, ഒരു ഡിക്ലറേഷനും ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫയലിംഗ് ഓഫ് കോപ്പി വിത്ത് ദി രജിസ്ട്രാർ. അതായത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്യണം. അപ്പോൾ ഒരു പ്രോസ്പെക്ടസിനും നോ പ്രോസ്പെക്ടസ് ഷാൾ ബി ഇഷ്യൂഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി ഓർ ഇൻ റിലേഷൻ ടു ആൻ ഇൻറ്റൻഡഡ് കമ്പനി അൺലെസ് ഓൺ ഓർ ബിഫോർ ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് പബ്ലിക്കേഷൻ ഹാസ് ബീൻ ഡെലിവേർഡ് ടു ദി രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രാർക്ക് മുന്നേ എന്ത് ചെയ്യണം, ഒരു കോപ്പി ഫയൽ ചെയ്യണം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ. അങ്ങനെ ചെയ്യാത്ത ഒരു കമ്പനിക്കും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പേർട്സ്, ഒരു പ്രോസ്പെക്ടസിൽ എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അവരുടെ കമ്പനിയിലെ ഫോർമേഷൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നുള്ള ആൾക്കാരായിരിക്കണം.
ഈ എക്സ്പേർട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫോർമേഷൻ്റെ അതുപോലെ പ്രൊമോഷൻ്റെ ഒക്കെ സമയത്ത് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ എക്സ്പേർട്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് കോപ്പി ടു രജിസ്ട്രാർ. ആദ്യം കോപ്പി ഫയൽ ചെയ്തു, അതിന് ശേഷം പ്രോസ്പെക്ടസ് എന്ത് ഇഷ്യൂ ചെയ്യണം, ഒരു കോപ്പി രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്യണം. അതിന് ശേഷം രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ് ബൈ രജിസ്ട്രാർ. അതെങ്ങനെയെന്ന് വെച്ചാൽ സെക്ഷൻ 26(7) രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. ഒരു രജിസ്ട്രാർക്ക് മുന്നേ പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്യണം. ആ സെക്ഷൻ പ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കണം. അതുപോലെ ആ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കൺസെൻറ്റോട് കൂടി, ഒരു റിട്ടൺ കൺസെൻറ്റോട് കൂടിയായിരിക്കണം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ആഫ്റ്റർ രജിസ്ട്രേഷൻ. അതായത് നമ്മൾ രജിസ്ട്രേഷന് ശേഷം 90 ദിവസത്തിൻ്റെ ഉള്ളിലെങ്കിലും എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് മുന്നേ ഇത് ഡെലിവേർ ചെയ്യണം, ഈ ഒരു ഇഷ്യൂ ചെയ്യണം പ്രോസ്പെക്ടസ് കോപ്പി രജിസ്ട്രാർക്ക് മുന്നേ ഇഷ്യൂ ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻ. അതായത് ഈ ഒരു സെക്ഷന് പ്രകാരം എന്തെങ്കിലും കോൺട്രവെൻഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ലംഘനമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, പെനാൽറ്റി ഉണ്ടായിരിക്കും. അതൊരിക്കലും നോട്ട് ബി ലെസ് ദാൻ 50,000 rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 lakh rupees. അതെന്താ ആണ് 50,000 rupeesൽ കുറവാവില്ല, പക്ഷേ അത് 3 ലക്ഷം വരെ ആവാൻ പറ്റും ഈ പെനാൽറ്റി എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവിഷൻസിലൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുകയാണെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. The term untrue statement or misstatement is used in broader sense. It includes not only false statements which produce a wrong impression of actual facts. മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺട്രൂ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യുക. അപ്പോൾ ഈ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡഡ് ഇൻ എ പ്രോസ്പെക്ടസ് ഷാൾ ബി ഡീംഡ് ടു ബി untrue if the statement is misleading in the form and content in which it is included, or if because of omission of any matter the statement made is considered mislead. A prospectus may be false if due to suppression of facts it convey a false impression. അതായത് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുകയാണെങ്കിൽ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും പെർട്ടിക്കുലേഴ്സിൽ, എന്തെങ്കിലും പ്രൊവിഷൻസിൽ അവർ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ ആഡ് ചെയ്യുകയാണ്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കണ ആ ഒരു ടേമിനെയാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, മിസ്ലീഡിങ് ഇൻഫർമേഷനൊക്കെയാണ് പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻറ്റിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി പേഴ്സൺസ് ലാബിൾ ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഇങ്ങനെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഏതൊക്കെ പേഴ്സണാണ് അതിന് ലാബിലിറ്റി ഉണ്ടാവുക എന്ന് നോക്കാം. ഫസ്റ്റ്, എവറി പേഴ്സൺ ഹൂ ഈസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി അറ്റ് ദി ടൈം ഓഫ് ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. എല്ലാ പേഴ്സണും, അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസും ഈ ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിന് ലേബിളാണ്, അതിന് ബാധ്യത ഉണ്ട്. രണ്ടാമത് പറയുന്നതാണ് എവറി പേഴ്സൺ ഹൂ ഹാസ് ഓതറൈസ്ഡ് ഹിംസെൽഫ് ടു ബി നെയിംഡ് ആൻഡ് ഈസ് നെയിംഡ് ഇൻ ദി പ്രോസ്പെക്ടസ് ആസ് എ ഡയറക്ടർ. അതായത് ഏതൊരു പേഴ്സണും അവരുടെ കമ്പനിയുടെ ഡയറക്ടറാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ പേര്, അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടെങ്കിൽ അവരും എന്താണ് ഇതിന് ലേബിളായിരിക്കും. പിന്നെയെന്ന് പറയുന്നതാണ് എവറി പേഴ്സൺ ഹൂ ഹാസ് ഓതറൈസ്ഡ് ഹിംസെൽഫ് ടു ബി നെയിംഡ് ആൻഡ് ഈസ് നെയിംഡ് ഇൻ ദി പ്രോസ്പെക്ടസ് ആസ് എ ഡയറക്ടർ ഹാവിങ് എഗ്രീഡ് ടു ബിക്കം എ ഡയറക്ടർ. അതായത് ഒരു ഡയറക്ടർ ആവാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ പെട്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ഈ കമ്പനിയിൽ ഡയറക്ടർ, ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ ആവാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ അയാളും എന്താണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ ലേബിളാണ്. പിന്നെ എവരി പേഴ്സൺ ഹൂ ഈസ് എ പ്രൊമോട്ടർ ഓഫ് ദി കമ്പനി, കമ്പനിയിലെ പ്രൊമോട്ടർ ആണെങ്കിൽ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവരും ഇതിന് ലേബിളാണ്. നെക്സ്റ്റ്, എവരി പേഴ്സൺ ഹൂ ഹാസ് ഓതറൈസ്ഡ് ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ഈ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് അധികാരമുള്ള എല്ലാ പേഴ്സൺസിനും ഈ
മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ ലാബിലിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എക്സ്പേർട്സ് വിച്ച് ഇൻക്ലൂഡ്സ് an engineer, a valuer, chartered accountant, a company secretary, a cost accountant, and any other person who has the power of or authority to issue a certificate in pursuance of any law for the time being in force. അതായത് എക്സ്പേർട്സ്, ഈ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പേർട്സിനൊക്കെ ഇതിന് ലേബിളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് റെമഡീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഇങ്ങനെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിന് എന്തൊക്കെയാണ് റെമഡീസ് ഉള്ളത്, അതെങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? അതിന് 2 കേസാണ് വരുന്നത്. റെമഡീസ് അഗെയിൻസ്റ്റ് കമ്പനീസും റെമഡീസ് അഗെയിൻസ്റ്റ് ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സും അങ്ങനെയാണ് വരുന്നത്. അതിൽ റെമഡീസ് അഗെയിൻസ്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ 2 എണ്ണം വരുന്നുണ്ട്. റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റും ആക്ഷൻ ഫോർ ഡാമേജസ് അഗെയിൻസ്റ്റ് ഫ്രോഡും. റെമഡീസ് ഓഫ് ദി കമ്പനിയിൽ എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, കമ്പനിക്ക് മിസ്സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന് പരിഹാരം. ഈ ഒരു റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്റ്റ് അയാൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്തതാണെങ്കിൽ ആ പിന്നെ ചതിക്കപ്പെട്ട വ്യക്തി, അതായത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ലീഡ് ചെയ്തിട്ട് ആ ചതിക്കപ്പെട്ട വ്യക്തി ഉണ്ടായിരിക്കും, അയാളുടെ സമ്മതത്തോടു കൂടി അയാൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ അതിനൊരു പരിഹാരം ഉണ്ട്. രണ്ടാമത് പറയുന്നത് ആക്ഷൻ ഫോർ ഡാമേജസ് അഗെയിൻസ്റ്റ് ഫ്രോഡ്. എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വരികയാണെങ്കിൽ ഈ ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടത്തുന്നതെങ്കിൽ അപ്പോൾ അതിനുള്ള ഡാമേജസ് ക്ലെയിം ചെയ്യാൻ അവർക്ക് പറ്റും. കാരണം ഇപ്പോൾ ഇയാൾ തെറ്റായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടാണ് കമ്പനി ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അതിനെന്ത് ചെയ്യാം, ഡാമേജസിന് വേണ്ടിയിട്ട് അവർക്ക് ചോദിക്കാം. പിന്നെ പറയുന്നതാണ് റെമഡീസ് അഗെയിൻസ്റ്റ് ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. ഇതിലെന്താണെന്ന് പറയുകയാണെങ്കിൽ അവർ ഒന്നെങ്കിൽ റിസൈൻ ചെയ്യാം, പക്ഷേ ഇവിടെ കോൺട്രാക്റ്റിൽ റെസിഷൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്ട് നോട്ട് നെസസറി ഫോർ അവൈലിംഗ് ദിസ് റെമഡീസ്. അത് അത്രയ്ക്ക് നെസസറി അല്ല, റിസൈൻ ചെയ്യുക എന്നുള്ളത് അത്ര നെസസറി അല്ല ഈ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് റെമഡീസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് ലാബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ. എന്തൊക്കെയാണ് ലാബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്? അതായത് ഒരു കമ്പനി പ്രോസ്പെക്ടസിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ലാബിലിറ്റീസ് എന്താണെന്ന് പഠിക്കലാണ് ഈ ലാബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ അകത്തുള്ള പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടാണ്, തെറ്റായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടാണ് കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണ്, അതിനെന്തൊക്കെയാണ് ലാബിലിറ്റീസ്, ആ കാര്യങ്ങളാണ് ലാബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. പ്രോസ്പെക്ടസിനകത്ത് ഇൻഫർമേഷൻസ് ഒന്നെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്താൽ അതുവഴി ഷെയർ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഉൾപ്പെട്ടുള്ളവർക്ക് കമ്പനീസ് ആക്ട് സെക്ഷൻ 447 പ്രകാരം അവർക്ക് ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ലാബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 444 പ്രകാരം ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ട് ആ ഷെയർ വാങ്ങുന്ന ആൾക്ക് എന്തെങ്കിലും നഷ്ടം പറ്റുകയാണെങ്കിൽ അവരെന്തിന് ലാബിളാണ്, അവർക്ക് ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ലാബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് സിവിൽ ലാബിലിറ്റി. Under Section 35, civil liability for misstatement in prospectus where it is proved that a prospectus has been issued with intent to defraud the applicants for the securities of a company or any other person or for any fraudulent purpose. Every person concerned shall be personally responsible without any limitation of liability for all or any of the losses or damages that may have been incurred by any person who subscribed to the securities on the basis of such a prospectus. അതായത് സിവിൽ ലാബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങി എന്ന് വിചാരിക്കുക. അങ്ങനെ വാങ്ങുന്നത് പ്രോസ്പെക്ടസ് സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഒരു വ്യക്തി കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുന്നത് കമ്പനിയിലെ പ്രോസ്പെക്ടസിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്.
അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ പ്രോസ്പെക്ടസ് ഇൻഫർമേഷൻസ് മിസ്ലീഡിംഗ് ആണ് അല്ലെങ്കിൽ അൺട്രൂ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഉത്തരവാദിത്തപ്പെട്ടുള്ള ആൾക്കാരും എന്താണ് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. നഷ്ടം സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതിനെയാണ് സിവിൽ ലാബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ സിവിൽ ലാബിലിറ്റി വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം എന്ന് നോക്കാം. The person referred as liable for misstatement in prospectus shall not be liable for civil action if he proves. ചില കേസ് എടുക്കുകയാണെങ്കിൽ ഇവർ പ്രൂവ് ചെയ്യാണ് ഞങ്ങളിതിൽ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ലാബിലിറ്റി ഉണ്ടാവില്ല. അത് അവോയ്ഡ് ചെയ്യാം. അതെങ്ങനെയൊക്കെയെന്ന് നോക്കാം. അതായത് കമ്പനിയുടെ ഡയറക്ടർ അയാളുടെ കൺസെൻറ്റോട് കൂടിയല്ല ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അയാളത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ സിവിൽ ലാബിലിറ്റിയിൽ നിന്ന് ഒഴിവാവാം. രണ്ടാമതെന്ന് പറയുന്നത് അയാളുടെ അറിവോട് കൂടിയും അയാളുടെ സമ്മതത്തോടു കൂടിയും അല്ല ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സിവിൽ ലാബിലിറ്റിയിൽ നിന്ന് ഒഴിവാവാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സിവിൽ ലാബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്രിമിനൽ ലാബിലിറ്റി. സെക്ഷൻ 34 states that where a prospectus issued, circulated or distributed includes any statement which is untrue or misleading in form or context in which it is included, or where any inclusion or omission of any matter is likely to mislead. അതായത് ഏതെങ്കിലും ഒരു പേഴ്സൺസ് ഈ തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണലായിട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്താണ് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അത് നോട്ട് ലെസ് ദാൻ 6 months. ഒന്നെങ്കിൽ ജയിൽവാസമായിരിക്കും, ഇംപ്രിസൺമെൻ്റ് ആയിരിക്കും 6 months, പക്ഷെ അത് 10 വർഷം വരെ കൂടാം. അല്ലെങ്കിൽ എന്തുണ്ട്? ഫൈനുണ്ട്. 10 വർഷം വരെ, 6 മാസം തൊട്ട് 10 വർഷം വരെയും ഫൈനോട് കൂടിയായിരിക്കും. ഫൈൻ എന്ന് പറയുന്നത് ആ ഫ്രോഡ് എത്രയാണോ അവർക്ക് ഫ്രോഡ് പറ്റിയിട്ട് നഷ്ടം സംഭവിച്ചത് അതിൻ്റെ 3 ഇരട്ടി ആയിരിക്കും എന്ത്? ഫൈൻ. അതാണ് ക്രിമിനൽ ലാബിലിറ്റിയിൽ പറയുന്നത്. ആ പണിഷ്മെൻറ്റ് പറയുന്നതാണ് സെക്ഷൻ 447. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങാനുള്ളത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് ടീച്ചേഴ്സിനോട് കോൺടാക്റ്റ് ചെയ്യുക.